ഹായ് സ്റ്റുഡൻസ്, സെറ്റ്സ് എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പാർട്ടിലെ ഒരു അസൈൻമെന്റ് ആയിട്ട് ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബോർഡും എഴുതിയിട്ടുള്ളതാണ്. കൺസിഡർ ദ സെറ്റ് എ equal to set of all x such that x is a prime number less than 10. അങ്ങനെ ഒരു സെറ്റ് തന്നിട്ട് ചോദ്യം ഇതായിരുന്നു, write all subsets of capital A. Write all subsets of capital A. ഇതായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഈ സെറ്റ് ഇപ്പൊ തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. അപ്പൊ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്നും ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതിയാലാണ് ഇതിന്റെ സബ്സെറ്റുകൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക. അപ്പൊ ഇവിടെ എന്താണ് സെറ്റിൽ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. ഏതൊക്കെയാണ് 10നേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്? വി നോ ദാറ്റ് 2, 3, 5 and 7. These are the prime numbers less than 10. അപ്പൊ 4 എലമെന്റ്സ് ഈ എ എന്ന സെറ്റിലുണ്ട്. ഇനി അതിന്റെ സബ്സെറ്റുകൾ എഴുതുമ്പോൾ 2 raised to 4, that means 16 subsets are there. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് റോസ്റ്റർ ഫോമിൽ നിന്ന് എഴുതാം. A equal to 2, 3, 5, 7. ഇതാണ് നമ്മുടെ സെറ്റ്. ഇനി ഇതിന് 4 എലമെന്റ്സ് ഉള്ളത് കൊണ്ട് it will have 2 raised to 4, that means 16 subsets. അപ്പോൾ ആ 16 subsets ഏതൊക്കെയാണെന്ന് നോക്കൂ. ആദ്യം നമുക്ക് എഴുതാനുള്ള സൗകര്യത്തിന് സിംഗിൾട്ടൺ ആയിട്ടുള്ള സബ്സെറ്റുകൾ എഴുതി നോക്കാം. ഇതാ ഇങ്ങനെയാണ്: set 2, set 3, set 5, then set 7. ഇത് സിംഗിൾട്ടൺ ആയിട്ടുള്ള സബ്സെറ്റുകളാണ്. അപ്പൊ 4 എണ്ണം കിട്ടി കഴിഞ്ഞു അല്ലേ? ഇനി 2 എലമെന്റ് വരുന്ന സബ്സെറ്റുകൾ നോക്കാം. 2, 3, then 2, 5, then 2, 7, then 3, 5, 3, 7, then 5, 7. അതായത് 2 എലമെന്റ് വരുന്ന 6 സബ്സെറ്റുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 3 എലമെന്റ് വരുന്ന സബ്സെറ്റുകൾ നോക്കാം. 2, 3, 5, then 2, 3, 7, then 2, 5, 7, then 3, 5, 7. 3 എലമെന്റ് വീതം വരുന്ന 4 സബ്സെറ്റുകൾ കിട്ടി. ഇപ്പൊ ഇതിനടക്കം എത്ര എണ്ണം നോക്കി? ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 4. അപ്പോ 14 സബ്സെറ്റ്സുകൾ ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി 2 സബ്സെറ്റുകൾ കൂടി ഉള്ളൂ. അതൊന്ന് ഈ സെറ്റ് തന്നെയായിരിക്കും, മറ്റൊന്ന് എംപ്റ്റി സെറ്റ് ആയിരിക്കും. അതായത് സെറ്റ് 2, 3, 5, 7. കാരണം ഏത് സെറ്റിന്റെയും ഒരു സബ്സെറ്റ് അത് തന്നെ എടുക്കാം. പിന്നെ എംപ്റ്റി സെറ്റ് ഉണ്ടോ? ഇത് എന്ന് എണ്ണി നോക്കി 16 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ തന്നിരിക്കുന്ന അസൈൻമെന്റ് ആയിട്ട് തന്നത്. അപ്പൊ ആദ്യം ഈ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയതിനു ശേഷമാണ് നമുക്ക് ഇതിന്റെ സബ്സെറ്റുകൾ എഴുതാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി നമ്മള് ചില സ്റ്റാൻഡേർഡ് സെറ്റുകൾ നമ്മൾ ഇതിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സ്റ്റാൻഡേർഡ് സെറ്റുകൾ എന്ന് പറഞ്ഞാല് നമ്മള് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഹോൾ നമ്പേഴ്സ്, അത് W എന്നുള്ള ലെറ്റർ ഉപയോഗിക്കേണ്ടതാണ് സൂചിപ്പിച്ചിരുന്നത് അല്ലേ? പിന്നെ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് സെഡ് അത് പറഞ്ഞിരുന്നു. then comes rational numbers Q, then real numbers R. ഇതെല്ലാം ഇൻഫിനിറ്റ് സെറ്റുകളാണ്. അപ്പോൾ ഈ ഇൻഫിനിറ്റ് സെറ്റുകളിലെ ഓരോന്നിലത്തെയും എലമെന്റ്സ് നമുക്കറിയാം. നാച്ചുറൽ നമ്പേഴ്സ് അറിയാം, 1, 2, 3 എക്സെട്ര. ഹോൾ നമ്പേഴ്സ് 0, 1, 2, 3 എക്സെട്ര. സെഡ് പോസിറ്റീവും നെഗറ്റീവും സീറോവും ഉള്ള ഇന്റിജേഴ്സ്. Q റാഷണൽ നമ്പേഴ്സ്, R റിയൽ നമ്പേഴ്സ് അല്ലേ? അപ്പൊ നമ്മൾ ഈ സബ്സെറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കൂ, ഈ 2 സെറ്റുകളൊന്ന് നോക്കി. ഇതൊരു വലിയ സെറ്റ്, രണ്ടും ഇൻഫിനിറ്റ് സെറ്റ് തന്നെ. പക്ഷെ ഇതിനേക്കാളും ഒരു എലമെന്റ് ഇവിടെ
വേറെ ഉണ്ട്, അതായത് 0 കൂടുതലുണ്ട് അല്ലേ. അതായത് ഇവിടെ 1 2 3 എക്സെട്ര, ഇത് 0 1 2 3 എക്സെട്ര. എനിവേ ഈ ആദ്യത്തെ സെറ്റ് രണ്ടാമത്തേന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. n സബ്സെറ്റ് w. ഇനി w സെഡ് നോക്കി, w ഹോൾ നമ്പേഴ്സ്, സെഡിലെ എല്ലാ ഇന്റിജേഴ്സും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിനേക്കാളും കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്. രണ്ടും ഇൻഫിനിറ്റ് സെറ്റ് തന്നെ, പക്ഷേ ഇതിലത്തെ അല്ലാത്ത കുറെ എലമെന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം w സബ്സെറ്റ് z. ഇനി നോക്കിയാൽ സെഡും ക്യൂ നോക്കി, ക്യൂ റാഷണൽ നമ്പേഴ്സ്, ഈ ഇന്റിജേഴ്സ് എല്ലാം റാഷണൽ നമ്പേഴ്സാണ്. ഇനി ഇന്റിജേഴ്സ് അല്ലാത്ത റാഷണൽ നമ്പേഴ്സും ഇതിലുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സെഡ് ക്യൂവിന്റെ സബ്സെറ്റ് ആണ്. ആൻഡ് ഫൈനലി ആർ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടുന്നതാണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ഇന്റിജേഴ്സും റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും എല്ലാം ചേർന്നതാണ് ആർ അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റാൻഡേർഡ് സെറ്റുകൾ നമുക്ക് സബ്സെറ്റ് എന്നുള്ള ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഞാനൊരു 2-3 സെറ്റുകളൊന്ന് എഴുതാണ്. ആ സെറ്റുകളൊന്ന് ശ്രദ്ധിച്ചോളൂ. സെറ്റ് 1 2 3. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ഗ്യാപ്പ് ഇട്ടേക്കാണ്, അത് ഫില്ലപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ 1 2 3 4 5. ഇത് നമുക്ക് ഒരു ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2 4 6. പിന്നെ കുറച്ച് ഡാഷ് ഇട്ടേക്കാണ്. പിന്നെ 1 2 3 4 5. ഇനി മൂന്നാമത്തെ ഒരു സെറ്റ് നോക്കിക്കോളൂ. 2 4 6 8 10. ഇവിടെ കുറച്ച് ഡോട്ട് ഇട്ടിട്ട് ഇവിടെ 4 6 ഉണ്ടോ. ഞാനിങ്ങനെ 3 സെറ്റ് എഴുതി. ഈ 3 പ്രോബ്ലം ആണ് എഴുതിയിരിക്കുന്നത്. ഈ ഓരോ പ്രോബ്ലം നോക്കി ഇവിടെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയാണ്. ഇവിടെ നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത് 3 സിമ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഒന്ന് സബ്സെറ്റിന്റെ സിമ്പല്, മറ്റൊന്ന് നോട്ട് എ സബ്സെറ്റിന്റെ സിമ്പല്, മറ്റൊന്ന് സൂപ്പർ സെറ്റിന്റെ സിമ്പല്. അതായത് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിമ്പലുകൾ ഉപയോഗിക്കണം. ഇത് സബ്സെറ്റിന്റെ, ഇത് നോട്ട് എ സബ്സെറ്റിന്റെ, ഇത് സൂപ്പർ സെറ്റിന്റെ അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കി ആദ്യത്തെ ഈ പ്രോബ്ലം നോക്കി, ഇവിടെ 1 2 3, ഇവിടെ 1 2 3 4 5. അതായത് ഇതിലത്തെ എല്ലാ എലമെന്റ്സും ഈ സെറ്റിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇതിന്റെ ഒരു സബ്സെറ്റാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ സിമ്പലാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ സിമ്പൽ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇനി അതുപോലെ അടുത്തത് 2 4 6. ഇവിടെ 1 2 3 4 5. ഇവിടുത്തെ എലമെന്റ്സ് ഇവിടെ മുഴുവനില്ല, ചിലതുണ്ട് പക്ഷെ മുഴുവനില്ല, 6 വന്നിട്ടില്ല അല്ലെ. അപ്പൊ എന്തായാലും ഇത് ഇതിന്റെ ഒരു സബ്സെറ്റ് അല്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട സിമ്പൽ ഇതാണ്, നോട്ട് എ സബ്സെറ്റ്, നോട്ട് എ സബ്സെറ്റ്. ഇനി അതുപോലെ നോക്കി ഇവിടെ 2 4 6 8 10. ഇവിടെ 4 6 മാത്രം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിനേക്കാൾ വലിയൊരു സെറ്റാണിത്. ഇതിലത്തെ എല്ലാ എലമെന്റ്സും ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്നു. അപ്പൊ ഇത് ശരിക്കും ഇതിന്റെ സൂപ്പർ സെറ്റ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ സിമ്പല് ഇങ്ങനെ ഈ സിമ്പൽ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഏത് സിമ്പൽ ആണ് ഇവിടെ നമുക്ക് സൂട്ടബിൾ ആകുന്നത് എന്ന് കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഒരു പുതിയൊരു പേര് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്താണ് നോക്കാം. യൂണിവേഴ്സൽ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്. ഇവിടെ നമുക്ക് ഒന്നിലധികം സെറ്റുകൾ ഇവിടെ ഡിസ്കഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു ഉദാഹരണമായിട്ട് A ഈക്വൽ ടു സെറ്റ് 1 2 3. അതുപോലെ തന്നെ B ഈക്വൽ ടു സെറ്റ് 2 3 5. Then C ഈക്വൽ ടു സെറ്റ് 1 4 6. And D equal to set 6, 7. ഇതൊരു 4 സെറ്റുകൾ ഞാൻ അവിടെ എഴുതിയേക്കാണ്. ഈ 4 സെറ്റിലത്തെയും എലമെന്റ്സ് ഒക്കെ ഒന്ന് നോക്കി. ഈ 4 സെറ്റിലത്തെയും എലമെന്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പുതിയ സെറ്റ് ഞാൻ ഉണ്ടാക്കുകയാണ്. അതായത് ഇവിടെ 1 2 3 4
5, 6, 7. അതായത് I am constructing a new set which contains the elements of all these set. ഈ സെറ്റിലത്തെ കംപ്ലീറ്റ് എലമെന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പുതിയ സെറ്റ് ഉണ്ടാക്കിയേക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റ് നോക്കിയാൽ ഇതിന്റെ സബ്സെറ്റുകളാണ് ഇതെല്ലാം, അല്ലേ? അതായത് ഈ സെറ്റിന്റെ, ഈ വലിയ സെറ്റിന്റെ സബ്സെറ്റുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന സെറ്റുകളുടെ ഒക്കെ ഒരു സൂപ്പർ സെറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്, അല്ലേ? അപ്പോ യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു ഐഡിയ ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ് അണ്ടർ ഡിസ്കഷൻ. അതായത് ഒരു നേരം നമ്മൾ ചർച്ചയിൽ എടുക്കുന്ന സെറ്റുകളുടെ ഒക്കെ സൂപ്പർ സെറ്റ് ആയിട്ട് വരുന്ന സെറ്റ് ഏതാണോ അതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇവിടെ നോക്കിയേ 1, 2, 3, 4, 5, 6, 7 ഇതാണ് ഈ പറഞ്ഞ സെറ്റുകളുടെ യൂണിവേഴ്സൽ സെറ്റ്. ഇതിൽ കൂടുതൽ എലമെന്റ്സ് ഇനിയും എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 7 കഴിഞ്ഞ് 8, 9 അങ്ങനെയുള്ള കുറെ എലമെന്റ്സ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഇതിന്റെ സൂപ്പർ സെറ്റ് ആയിട്ട് വരിക. അപ്പോ ഇവിടെ യൂണിവേഴ്സൽ സെറ്റിന്റെ നൊട്ടേഷൻ നമ്മൾ ക്യാപിറ്റൽ യു എഴുതാണ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ സെറ്റ് കാണിക്കാനുള്ള സിമ്പല് യു ആണ്. അപ്പൊ ഇവിടെ യു എന്താണ്? 1, 2, 3, 4, 5, 6, 7 എന്നുള്ള എലമെന്റ്സ് ചേരുന്നതാണ്. അതായത് ഈ സെറ്റിന്റെ പ്രത്യേകത ഇവിടെയുള്ള എല്ലാതും അത് ഈ സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് സെറ്റുകൾ ഉണ്ടെങ്കിൽ ആ സെറ്റുകളുടെ ഒക്കെ എലമെന്റ്സ് കൂട്ടിച്ചേർത്ത് ഒരു പുതിയ സെറ്റ് ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് സെറ്റ് ഈസ് നോൺ ആസ് ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിംബൽ ക്യാപിറ്റൽ യു കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഒരു ഐഡിയ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ അതിന് ശേഷമാണ് പറയുന്നത്, അതുകൊണ്ടാണ്. ഇനി പവർ സെറ്റ് അതാണ് പറയുന്നത്. പവർ സെറ്റ് എന്താണ്? പവർ സെറ്റ് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു സെറ്റ് എ എഴുതി, എ ഈക്വൽ ടു സെറ്റ് 1, 2. ഞാൻ ഇതിന്റെ സബ്സെറ്റുകൾ ഇനി എഴുതാം. സബ്സെറ്റുകൾ എഴുതുമ്പോൾ സെറ്റ് 1, അതുപോലെ തന്നെ സെറ്റ് 2, then സെറ്റ് 1, 2, പിന്നെ ഒരു എംപ്റ്റി സെറ്റ്. 4 സബ്സെറ്റുകളാണ് ഉണ്ടാവുക, അല്ലേ? ഈ 4 സബ്സെറ്റുകളെയും നമുക്ക് ഒരു കേളി ബ്രാക്കറ്റിനകത്ത് ഞാൻ എഴുതാം ഉണ്ടോ. അപ്പൊ ഇത് തന്നെ ഒരു സെറ്റ് ആയിട്ട് മാറി. അതിലത്തെ സെറ്റിലത്തെ എലമെന്റ്സ് ഇതുപോലുള്ള ചെറിയ ചെറിയ സെറ്റുകളാണെന്ന് അർത്ഥം, അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റ് തന്നിരിക്കുന്ന സെറ്റിന്റെ സബ്സെറ്റുകളുടെ കളക്ഷൻ ആണ്. അതായത് തന്നിരിക്കുന്ന സെറ്റ് എ, അതിന്റെ സബ്സെറ്റുകൾ 4 ഉണ്ട്. ആ 4 സബ്സെറ്റുകളുടെയും കളക്ഷൻ ആയിട്ട് ഈ സെറ്റ് എഴുതിയേക്കുക. ഈ സെറ്റിനെയാണ് നമ്മൾ പവർ സെറ്റ് ഓഫ് എ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. അതായത് ഒരു സെറ്റ് എ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പവർ സെറ്റ് എഴുതാന്ന് പറഞ്ഞാൽ ആ സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതി രണ്ടറ്റത്തും ഓരോ കേളി ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് സബ്സെറ്റുകളുടെ കളക്ഷൻ ആണ് പവർ സെറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സബ്സെറ്റുകളുടെ കളക്ഷൻ. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ സബ്സെറ്റിനെ കുറിച്ച് തന്നെ പറയുന്നു. പക്ഷേ നമ്മൾ പറയുന്നത് ഒരു നമ്പർ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാനൊരു നമ്പർ ലൈൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. നമ്പർ ലൈൻ മാർക്ക് ചെയ്യാൻ നമുക്കറിയാം റിയൽ നമ്പർ ലൈൻ. അപ്പൊ ഈ റിയൽ നമ്പർ ലൈനിലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട് ആൻഡ് ഈച്ച് പോയിന്റ് ഈസ് കറസ്പോണ്ടിങ് ടു എ റിയൽ നമ്പർ. അതായത് ഇവിടെ ഈ ലൈനിലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. ഓരോ പോയിന്റും ഓരോ റിയൽ നമ്പറിനെ കാണിക്കുന്നു. മാത്രമല്ല ഈ ലൈനിന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യും തോറും അവിടെയുള്ള ആ റിയൽ നമ്പേഴ്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റൈറ്റിലേക്ക് പോകുന്തോറും വാല്യൂ കൂടുന്നു, ലെഫ്റ്റിലേക്ക് വരുന്തോറും വാല്യൂ കുറയുക ചെയ്യുക. അങ്ങനെയാണ് വരുന്നത്, അല്ലേ? അപ്പൊ ഞാനിവിടെ ജനറൽ ആയിട്ട് 2 റിയൽ നമ്പേഴ്സ് ഇവിടെ മാർക്ക് ചെയ്യാണ്, എയും ബിയും. 2 റിയൽ നമ്പർ. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, എ ഈസ് ലെസ് ദാൻ ബി. കാരണം ഈ റിയൽ നമ്പർ ലൈനിലെ ലെഫ്റ്റിലാണ് എ കിടക്കുന്നത്, റൈറ്റിലാണ് ബി കിടക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എ ഈസ് ലെസ് ദാൻ ബി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോ ഈ എ ലെസ് ദാൻ ബി എന്ന ആ ഭാഗം ഒന്ന് നോക്കുക. റിയൽ നമ്പർ ലൈനിലത്തെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ ഇതിന്റെ ഇടയ്ക്കായിട്ട് കാണിച്ചേക്കുന്നത്, അല്ലേ? ഇവിടെയൊക്കെ റിയൽ നമ്പേഴ്സ് ഉണ്ട്, ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ആ ഓരോ പോയിന്റിനും ഓരോ റിയൽ നമ്പർ ഉണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താ വെച്ചാല് ഈ പോയിന്റ് എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും ഒന്ന് ബോൾഡ് ചെയ്തു. ഇനി അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും നമ്മൾ എടുക്കുകയാണ്. അതായത് എയും ബിയും ഞാൻ എടുത്തു,
മാത്രമല്ല എക്കും ബിക്കും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഞാൻ എടുക്കുകയാണ്. എന്നിട്ടൊരു സെറ്റ് ഫോം ചെയ്താൽ ആ സെറ്റ് ഇൻഫിനിറ്റ് സെറ്റ് ആയിരിക്കും. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ റിയൽ നമ്പേഴ്സ് ഉണ്ട് അല്ലെ. പക്ഷേ ആ ഇൻഫിനിറ്റ് സെറ്റ് റിയൽ നമ്പർ ലൈനിന്റെ ഒരു സബ്സെറ്റ് കൂടിയായിരിക്കും. മൊത്തം റിയൽ നമ്പേഴ്സ് ഇവിടെ ഉണ്ട്, അതിന്റെ ഒരു ചെറിയൊരു പീസാണിത്. ചെറിയ പീസാണെങ്കിൽ തന്നെയും ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പോൾ ഈ സെറ്റിനെ ഒരു സിംബോളിക് ആയിട്ട് റെപ്രസെന്റേഷൻ ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. അതായത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എ കോമ ബി എന്ന് എഴുതുന്നു. ഇതിന് വായിക്കേണ്ടത് ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബി എന്നാണ്. ഇത് എന്താണ്? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഒരു ഇന്റർവൽ ഫോർമാറ്റ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ എയും ബിയും ഉൾപ്പെടെ അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഇവിടെ അതിനൊന്ന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് a less than or equal to x less than or equal to b. അതായത് ഇതിനകത്ത് വരുന്ന എലമെന്റ്സിന്റെ പ്രത്യേകത എല്ലാ എലമെന്റ്സും റിയൽ നമ്പേഴ്സ് ആണ്. പിന്നെന്താണ്? എയും ബിയും ഉൾപ്പെടെ അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും. അപ്പൊ ഇതിനെ ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബി എന്നാ പറയാ. അപ്പൊ ഈ ഒരു ഇന്റർവെല് റിയൽ നമ്പർ ലൈനിലെ ഒരു സബ്സെറ്റ് ആണ്, അല്ലെങ്കിൽ റിയൽ നമ്പർ സെറ്റിന്റെ ഒരു സബ്സെറ്റും കൂടിയാണ്. ഇൻഫിനിറ്റ് സെറ്റും കൂടിയാണ് കേട്ടോ. കാരണം ഇതിലത്തെ എലമെന്റ്സിന്റെ എണ്ണം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും പറ്റില്ല കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല് വേറൊരു ഇന്റർവെൽ ഉണ്ടാക്കാണ്. ആ വേറെ ഇന്റർവെലിന്റെ പ്രത്യേകത എ എന്ന പോയിന്റ് ഞാൻ എടുക്കില്ല, ബി എന്ന പോയിന്റും എടുക്കുന്നില്ല. അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എടുക്കുകയാണ്. അതായത് എയും ബിയും ഒഴികെ അതിന്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സും. അപ്പൊ അത് ഞാൻ വേറൊരു സിമ്പിൾ ഉപയോഗിച്ചാണ് കാണിക്കുന്നത്. ഇതിനെ വായിക്കുക ഓപ്പൺ ഇന്റർവൽ എ കോമ ബി എന്നാണ്. ഇത് ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബി, ഇത് ഓപ്പൺ ഇന്റർവൽ എ കോമ ബി. അപ്പൊ ഇതിന് വരുന്ന എലമെന്റ്സിന്റെ പ്രത്യേകത ഇതാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. രണ്ടിന്റെയും വ്യത്യാസം ശ്രദ്ധിക്കുക. ഇതിൽ എയും ബിയും ഉൾപ്പെടെയാണ്, ഇത് എയും ബിയും ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ ഇടയ്ക്കുള്ളതാണ്. അപ്പൊ ഇത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ഇത് ഓപ്പൺ ഇന്റർവൽ എ ബി ആണ് കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യണം വെച്ചാല് ഈ എ എന്ന പോയിന്റ് എടുക്കുന്നു, പക്ഷെ ബി എന്ന പോയിന്റ് എടുക്കുന്നില്ല. അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ വാല്യൂസും എടുക്കുന്നു. അതായത് എ എടുക്കുന്നു, ബി എടുക്കുന്നില്ല, അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എടുക്കുന്നു. അങ്ങനെ വരുന്ന ആ ഇന്റർവെല്ലും ഇൻഫിനിറ്റ് ആണ്. അതിനെ വേറൊരു നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്നത്. അതായത് ക്ലോസ്ഡും ഓപ്പണും ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് ക്ലോസ്ഡ് അറ്റ് എ ആൻഡ് ഓപ്പൺ അറ്റ് ബി. ഇത് കണ്ടാൽ അറിയാം എ ഉണ്ട്, ബി ഇല്ല, അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്. അതിന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. അതാണ് ഈ ഹാഫ് ഓപ്പൺ ഇന്റർവൽ. ഇതിനെ ഹാഫ് ക്ലോസ്ഡ് ഇന്റർവൽ അല്ലെങ്കിൽ ഹാഫ് ഓപ്പൺ ഇന്റർവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി അടുത്തതായിട്ട് ഞാൻ എ എടുക്കുന്നില്ല, എ ബ്ലാങ്ക് ഇടുക, പക്ഷേ ബി ഉൾപ്പെടുത്തുന്നു കേട്ടോ. എ ബ്ലാങ്ക് ഇടുന്നു, ബി ഉൾപ്പെടുത്തുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെയുള്ളത്? എ ഇല്ല, ബി ഉണ്ട്, അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും. അതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നത് എ ബി. ഇത് ഹാഫ് ഓപ്പൺ ഇന്റർവൽ തന്നെയാണ്. ഓപ്പൺ അറ്റ് എ ആൻഡ് ക്ലോസ്ഡ് അറ്റ് ബി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ദിസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ ഇങ്ങനെ ഒരു 4 ഇന്റർവെലുകള് റിയൽ നമ്പർ ലൈനിനെ ബേസ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇതിലെ ആദ്യം എന്താ ചെയ്തത്? ഒരു റിയൽ നമ്പർ ലൈൻ വരച്ച് 2 പോയിന്റുകൾ, 2 റിയൽ നമ്പേഴ്സ് അവിടെ മാർക്ക് ചെയ്തു. ഒന്ന് ലെഫ്റ്റില്, അതിന്റെ റൈറ്റിലായിട്ട് ബി. അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം എ ഈസ് ലെസ് ദാൻ ബി. ഇനി എയും ബിയും ഉൾപ്പെടെ അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ഒരു സെറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി an infinite set and it is denoted by this സിമ്പിൾ ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബി. അതിന്റെ സെറ്റ് ബിൽഡർ ഫോം ആണിത്. ഇത് ഓപ്പൺ ഇന്റർവൽ എ ബി. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ എയും ബിയും ഉൾപ്പെടെയാണ് പറഞ്ഞേക്കുന്നത്, ഇവിടെ എയും ബിയും എക്സ്ക്ലൂഡഡ് ആണ്. ഇതിലോ ബി എക്സ്ക്ലൂഡഡ് ആണ്, ഇവിടെയോ എ എക്സ്ക്ലൂഡഡ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇന്റർവൽസ് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാണ് കേട്ടോ. ഞാൻ എങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചോളൂ. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്?
അപ്പൊ ഇതിന് മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ, റിയൽ നമ്പേഴ്സ് ആണ് 2ഉം 3ഉം. അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും 2നും 3ക്കും ഇടയ്ക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് വരുന്ന ഒരു സെറ്റാണിത്. ഇതൊരു സെറ്റാണ്. ഇത് ഇന്റർവൽ ഫോർമാറ്റിലാണ് എഴുതിയിരിക്കുന്നത് മാത്രം. സാധാരണ സെറ്റിന് നമ്മൾ ക്ലോസ്ഡ് ഇന്റർവൽ മറ്റേ കേളി ബ്രാക്കറ്റ് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക അല്ലെ? പക്ഷെ ഇങ്ങനെ എഴുതിയിട്ട് 2, 3 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥവും ഇതിന്റെ അർത്ഥവും വ്യത്യാസമുണ്ട്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഒരു ഇൻഫിനിറ്റ് സെറ്റാണ്. ഇതിലെ 2നും 3ക്കും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആണ്. ഇതിന്റെ അർത്ഥം ഇതൊരു ഫൈനൈറ്റ് സെറ്റാ. ഇതിൽ ആകെയുള്ളത് 2ഉം 3ഉം മാത്രമാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും സെറ്റാണ്. മനസ്സിലായോ? വ്യത്യാസം ശ്രദ്ധിക്കുക. രണ്ടും സെറ്റാണ്. ഇത് ഫൈനൈറ്റ് സെറ്റാ, 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. ഇത് ഇൻഫിനിറ്റ് സെറ്റാ. ഇതിൽ 2ഉം 3ഉം ഇല്ല. പക്ഷെ എന്താ ഉള്ളത്? 2ക്കും 3ക്കും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും. അപ്പൊ ആ ഒരു വ്യത്യാസം ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി നമ്മള് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് നോക്കിക്കോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Write the following sets as intervals. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ആ സെറ്റുകള് ഇന്റർവൽ ഫോർമാറ്റിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റർവൽ ഫോർമാറ്റിൽ എഴുതണം. അതിലെ നമ്പർ 1, A equal to set of all x such that x belongs to R, comma -4 less than x less than or equal to 6. -4 less than x less than or equal to 6. ഇതിനെ ഇന്റർവൽ ഫോർമാറ്റിൽ എഴുതണം. അപ്പൊ ഇതിലുള്ള എലമെന്റ്സ് എന്താണെന്ന് നോക്കി. -4നും 6നും ഇടയ്ക്കുള്ളതും എന്നാൽ -4 ഇല്ല, 6 ഉൾപ്പെടെയാണ് കേട്ടോ. -4 less than x less than or അപ്പൊ 6 ഉണ്ട്, -4 ഇല്ല. അപ്പൊ ഇതിനെ നമുക്ക് ഇന്റർവൽ ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതാൻ പറ്റുക. -4, 6 ഇങ്ങനെ ഹാഫ് ഓപ്പൺ ഇന്റർവൽ -4, 6. അത് ഇത് നോക്കിയിട്ട് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇനി രണ്ടാമത്തെ നോക്കിയോളൂ. നമ്പർ 2, b equal to set of all x such that x belongs to R, comma -12 less than x -10. -12 less than x less than -10. അപ്പൊ ഇവിടെ നോക്കൂ, -12നും -10നും ഇടയ്ക്കുള്ളതാണ് വരുന്നത് അല്ലേ? അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഇന്റർവൽ ഫോർമാറ്റ് എഴുതാണെങ്കിൽ ഇങ്ങനെ വരിക. -12 -10. -12നും -10നും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ്. ആ രണ്ട് നമ്പറും ഇല്ല കേട്ടോ. -12ഉം ഇല്ല, -10ഉം ഇല്ല. അതിന്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് ആണ് അതില് വരുന്നത്. ഇനി മൂന്നാമത്തെ ഒന്ന് നോക്കിക്കോളൂ. നമ്പർ 3, c equal to set of all x such that x belongs to R, 0 less than or equal to x less than 7. ഈ കേസിൽ എന്താണ്? 0 ഉണ്ട്, പക്ഷെ 7 ഇല്ല. അതിന്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. 0, 7. അതായത് ക്ലോസ്ഡ് അറ്റ് 0 ആൻഡ് ഓപ്പൺ അറ്റ് 7 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാനിവിടെ തന്നിരിക്കുന്നതൊക്കെ ഈ 3 സെറ്റുകളും അത് സെറ്റ് ബിൽഡർ ഫോമില തന്നേക്കുന്നത് അല്ലേ? അതിനെ നമ്മൾ ഇന്റർവൽ ഫോർമാറ്റിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇത് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ പറ്റില്ല. കാരണം എല്ലാ എലമെന്റ്സും നമുക്ക് കോമിറ്റ് എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു ഇന്റർവൽ ഫോർമാറ്റിലേക്കാണ് അതിനെ മാറ്റുന്നത്. ഓക്കെ, ഒരെണ്ണം കൂടി ഇതേ മോഡൽ ഒന്ന് പറയാം. നാലാമത്തത്, D equal to capital D equal to set of all x such that x belongs to R, 3 less than or equal to x less than or equal to 4. അവിടെ പറഞ്ഞിരിക്കുന്നത് 3ക്കും 4നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എന്നാണ്. 3ക്കും 4നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും. അത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. 3, 4. അതായത് രണ്ടും ഉൾപ്പെടെയാണ് കേട്ടോ. 3ക്കും 4നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും അതുപോലെ തന്നെ 3ഉം 4ഉം ഉൾപ്പെടെ. അപ്പൊ അത് ക്ലോസ്ഡ് ഇന്റർവൽ 3, 4 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ 4 ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്നും ഇന്റർവൽ ഫോർമാറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു.
ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ഈ ഇന്റർവൽ ഫോർമാറ്റ് എഴുതുമ്പോൾ ആദ്യം എഴുതുന്ന നമ്പർ രണ്ടാമത്തേനേക്കാൾ ചെറുതായിരിക്കണം, എന്നാലേ അത് മീനിങ് ഫുൾ ആവുള്ളൂ. ഇപ്പോ നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവൽ എഴുതിയെന്ന് ചോദിച്ചോളൂ, അതായത് 4,3 ഇങ്ങനെ എഴുതിയാൽ ഇതൊരു ഇന്റർവൽ അല്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ആദ്യം എഴുതിയ നമ്പർ രണ്ടാമത്തേനേക്കാൾ വലുതാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു ഇന്റർവൽ ഫോർമാറ്റ് ആയിട്ട് പറയില്ല. മനസ്സിലായോ? അപ്പൊ ആദ്യം എഴുതുന്ന നമ്പർ ഇന്റർവൽ ഫോർമാറ്റിലെ ആദ്യം എഴുതുന്ന നമ്പർ രണ്ടാമത്തേനേക്കാളും ചെറുതായാലാണ് ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, റിയൽ നമ്പർ ലൈനിലെ ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിന്റെ നമ്പറിനേക്കാളും വാല്യൂ കുറവായിട്ടുള്ള നമ്പർ വരിക. അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയിൽ വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ നേരത്തെ എഴുതിയതിന്റെ നേരെ തിരിച്ചുള്ള ഒരു ടൈപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ ഫോളോയിങ് ഇന്റർവൽസ് into set builder form. നേരത്തെ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് ഇന്റർവൽ ഫോർമാറ്റിലേക്കാണ് മാറ്റിയത്. ഇപ്പോ നമ്മൾ നേരെ തിരിച്ചാണ്. വി ആർ ഗിവൺ ദ സെറ്റ്സ് ഇൻ ഇന്റർവൽ ഫോർമാറ്റ് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, അപ്പൊ ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. a equal to ഓപ്പൺ ഇന്റർവൽ -3,0. ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ വായിക്കണം കേട്ടോ. ഓപ്പൺ ഇന്റർവൽ -3,0. അതുപോലെ തന്നെ രണ്ടാമത്തത് b equal to ക്ലോസ് ഇന്റർവൽ 6,12. then മൂന്നാമത്തത് c equal to half open interval 6,12. open at 6 and closed at 12. ഇനി നാലാമത്തത് നോക്കിയോളൂ. d equal to -23,5. closed at -23, open at 5. ഇതിനൊക്കെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പൊ ആദ്യത്തെ നോക്കി, this is equal to set of all x such that x belongs to R, -3 less than x less than 0. ഓപ്പൺ ഇന്റർവൽ ആയതുകൊണ്ട് ലെസ് ദാൻ എന്നുള്ള സിംബലേ വേണ്ടു. രണ്ടാമത്തത് ക്ലോസ്ഡ് ആയതുകൊണ്ട് set of all x such that x belongs to R, 6 less than or equal to x less than or equal to 12. ഇങ്ങനെയാണ് എഴുതുക. അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കണം, കാരണം രണ്ടും ഉൾപ്പെടെയാണ്. ഇനി ഇവിടെ ഹാഫ് ഓപ്പൺ ഇന്റർവൽ ആണ്. ഓപ്പൺ അറ്റ് 6, ക്ലോസ്ഡ് അറ്റ് 12. അപ്പൊ ഇത് എഴുതുമ്പോ ഇങ്ങനെ എഴുതാം. set of all x such that x belongs to R, 6 less than x less than or equal to 12. Okay, ini the last one, that is equal to set of all x such that x belongs to R, -23 less than or equal to x less than 5. കേട്ടോ? അപ്പൊ ഈ തന്നിരിക്കുന്ന ഇന്റർവെൽസ് എല്ലാം നമ്മൾ സെറ്റ് ബിൽഡർ ഫോർമാറ്റിലേക്ക് മാറ്റി കേട്ടോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ അവിടെ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമ്മൾ വേറൊരു ഭാഗത്തേക്കൊന്ന് കടക്കുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെൻ ഡയഗ്രാം എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ്. വെൻ ഡയഗ്രാം. ഇത് സെറ്റിലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സെറ്റിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഈ പേര് വരാൻ കാരണം ജോൺ വെൻ എന്നുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് വെൻ ഡയഗ്രാം എന്നുള്ള കാര്യം. ഈ വെൻ ഡയഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമ്മളൊരു സെറ്റിനെ പിക്ചോറിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. അങ്ങനെ പിക്ചോറിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ജോൺ വെൻ എന്നുള്ള സയന്റിസ്റ്റ് ഇത് ഡെവലപ്പ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഈ ഡയഗ്രത്തിന് പൊതുവെ പേര് പറയാം. വെൻ, VENN കേട്ടോ. ജോൺ വെൻ എന്നുള്ള വെൻ ആണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഈ സിസ്റ്റം പ്രകാരം യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? ഇറ്റ് ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ് അണ്ടർ ഡിസ്കഷൻ. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മളൊരു റെക്ടാങ്കുലർ ബോക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് കാണിക്കുക.
റെക്ടാങ്കുലർ ബോക്സ്, അതായത് അങ്ങനെ ഒരു റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കുന്നു. ആ റെക്ടാങ്കുലർ ബോക്സ് വരച്ച് അതിനെ യു എന്ന് പേര് കൊടുക്കുന്നു. വെൻ ഡയഗ്രത്തിലെ യൂണിവേഴ്സൽ സെറ്റിനെ കാണിക്കാനുള്ള സിമ്പലാണ് ഇത്. ഇനി ഇതിനകത്തായിട്ട് ഇതിന്റെ സബ്സെറ്റുകൾ എഴുതുന്നു. ഞാനിപ്പോ വേറൊരു സബ്സെറ്റ് ഇവിടെ എഴുതാണ്, ദാറ്റ് ഈസ് എ. അപ്പൊ യു എന്നുള്ള ആ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് എ എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. യു ഈക്വൽ ടു 1 2 3 4 5 6. അതുപോലെ തന്നെ എ അതിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. 2 4 6. ഇത് രണ്ടും നമ്മൾ ഇതിൽ റെപ്രസെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അതിന് ആദ്യം വേണ്ടത് എ എന്ന സെറ്റിലത്തെ എലമെന്റ്സ് നോക്കിയേ, 2 4 6. അത് ഇതിനകത്തായിട്ട് അവിടെ ഇവിടെ ആയിട്ട് എഴുതാം. ഓർഡർ ഒന്നും നോക്കേണ്ടതില്ല, ആ ക്ലോസ്ഡ് ഫിഗറിന്റെ അകത്ത് എഴുതാം കേട്ടോ. ആ ക്ലോസ്ഡ് ഫിഗർ എനെ കാണിക്കാനായിട്ട് നമ്മളൊരു ഓവൽ ഷേപ്പ് ഉപയോഗിച്ചത്. ഓവൽ ഷേപ്പ് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, സർക്കിൾ ഉപയോഗിക്കാം, ട്രയാങ്കുലർ ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഏതെങ്കിലും ക്ലോസ്ഡ് ഫിഗർ ഉപയോഗിച്ചാലും മതി. പക്ഷേ യൂണിവേഴ്സൽ സെറ്റ് കാണിക്കാൻ റെക്ടാങ്കുലർ ബോക്സ് ആണ് ഉപയോഗിക്കുക. അതിനകത്തെ സബ്സെറ്റുകൾ കാണിക്കാൻ ഇതുപോലുള്ള ഓവൽ ഷേപ്പുകൾ. നമുക്ക് വരയ്ക്കാൻ സൗകര്യം ഓവൽ ഷേപ്പ് ഒക്കെയാണ്, കാരണം സർക്കിൾ പെട്ടെന്ന് നമുക്ക് വരയ്ക്കാൻ പറഞ്ഞാൽ കോമ്പസ് ഒക്കെ എടുക്കേണ്ടി വരില്ലേ. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇവിടെ എ എന്ന സെറ്റിലത്തെ 2 4 6 ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ അല്ലേ. പക്ഷെ ഇനി 1 3 5 എന്നുള്ള എലിമെന്റ്സും കൂടി ഇത് മാർക്ക് ചെയ്യണം. ഇവിടെ 2 4 6 ഇവിടെ മാർക്ക് ചെയ്തപ്പോ അത് യുവിനും കൂടി അവകാശപ്പെട്ടു അല്ലെ. യുവിനകത്ത് വന്നതുകൊണ്ട് ഇനി വീണ്ടും യുവിനകത്ത് എഴുതേണ്ട കാര്യമില്ല. ബാക്കിയുള്ള എലമെന്റ്സ് നോക്കിയാൽ 1 3 5 ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യമായി കഴിഞ്ഞു. ഇവിടെ മൊത്തം യു നോക്കിയേ 1 2 3 4 5 6. കാരണം ഇതിനകത്താണ് എഴുതിയതെങ്കിലും അത് യുവിനും കൂടി പെട്ടു അല്ലെ. ഇനി എയുടെ എലമെന്റ്സ് നോക്കി 2 4 6 ഉണ്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ വെൻ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറൊരു സെറ്റ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു വിചാരിച്ചോളൂ. ബി ഈക്വൽ ടു 2, 4. ബി എന്ന സെറ്റ് കൂടി ഉണ്ടായിരുന്നു വിചാരിച്ചോളൂ. അപ്പൊ ഈ ബി എന്ന സെറ്റ് 2 4 എന്ന് പറയുമ്പോൾ ഈ രണ്ട് എലമെന്റ് ഉൾപ്പെടുന്നത് അല്ലെ. ഇവിടെ വേറൊരു ക്ലോസ്ഡ് ഫിഗർ വരച്ച് ബി എന്ന് പേര് കൊടുത്തോളൂ ഉണ്ടോ. അപ്പോ യുവിന്റെ സബ്സെറ്റ് എ, അതിന്റെ സബ്സെറ്റ് ബി ആയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പൊ ഇതുപോലെ നമുക്ക് പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഇതില് ധാരാളമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് കോൺട്രിബ്യൂട്ട് ചെയ്തത് ജോൺ വെൻ എന്നുള്ള സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് പേര് ആ രീതിയിൽ വന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് വെൻ ഡയഗ്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഞാൻ ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ ഒന്ന് കാണിക്കാം. അത് നിങ്ങൾ അതിലത്തെ സെറ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം ഞാനൊന്ന് ഒരു യു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് മാർക്ക് ചെയ്തു. അതിനകത്ത് ഒരു എ എന്നൊരു സെറ്റ് ഞാൻ മാർക്ക് ചെയ്തു. വീണ്ടും അതിനകത്ത് മറ്റൊരു സെറ്റ് ബി മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഇവിടെ 2 7 മാർക്ക് ചെയ്തു. ഇവിടെ 1 3 6 9 മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ 4 8 5 0 ഇത് മാർക്ക് ചെയ്തു കണ്ടോ. അപ്പൊ അതായത് യു മാർക്ക് ചെയ്തു, എ മാർക്ക് ചെയ്തു, ബി മാർക്ക് ചെയ്തു, പിന്നെ ആ എലമെന്റ്സും. ഇത് നോക്കിയിട്ട് നമുക്ക് യു എന്താണെന്ന് പറഞ്ഞൂടെ. എന്താണ് യു? ഇതിനകത്ത് വരുന്ന എല്ലാ എലമെന്റ്സും ഏതൊക്കെയുണ്ട്? 0 1 2 3 4 5 6 8 ഇവിടെ 7 8 9 അതാണ് യു. എ പറയാലോ. എ എന്ന് പറയുമ്പോൾ എനകത്ത് എല്ലാം എഴുതാം. 1 2 3 6 7 9. ഇനി ബി ചോദിച്ചാലോ 2 7 പറയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ആ വെൻ ഡയഗ്രത്തിന്റെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത് വെൻ ഡയഗ്രാം, അതിന്റെ റെപ്രസെന്റേഷൻ. ഇനി അടുത്തത് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഒന്ന് കടക്കുകയാണ്. നമ്മള് മാത്തമാറ്റിക്സിലെ ബേസിക് ഓപ്പറേഷൻസ് 4 പഠിച്ചു അല്ലെ. ഏതൊക്കെയാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലെ. ഇൻ എ സിമിലർ മാനർ ഈ സെറ്റ്സിന്റെ കാര്യത്തിലും നമ്മൾ 4 ഓപ്പറേഷൻ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ 4 ഓപ്പറേഷനെ ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കുക. ആദ്യം ഇവിടെ സെറ്റ് ഓപ്പറേഷൻസ് നമ്മൾ നോക്കുമ്പോൾ 4 ഓപ്പറേഷനിൽ ആദ്യത്തേത് വരുന്നത് യൂണിയൻ ഓഫ് 2 സെറ്റ്സ് ആണ്. രണ്ടാമത് വരുന്നത് ഇന്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്സ് ആണ്. മൂന്നാമത് വരുന്നത് ഡിഫറൻസ് ഓഫ് സെറ്റ്സ് ആണ്. നാലാമത് വരുന്നത് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. പേരുകളൊക്കെ പുതുമയുള്ളതാട്ടോ. യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്,
അതുപോലെ തന്നെ കോംപ്ലിമെന്റ്. ഇതാണ് സെറ്റിലത്തെ 4 ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻ. ഇത് വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനും കൂടിയാണ്. അതായത് നമ്മൾ മാത്തമാറ്റിക്സിലെ ബേസിക് ഓപ്പറേഷൻസ് വർഷങ്ങളോളം എടുത്തിട്ടാണ് നമ്മൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഡിവിഷനും ഒക്കെ പഠിച്ചേക്കുന്നത്. ഇപ്പോഴും ചിലപ്പോൾ ആഡ് ചെയ്യാൻ പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ചില ആൾക്കാരുണ്ട്. മൾട്ടിപ്ലിക്കേഷന് ഡിവിഷനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ ബേസിക് ഓപ്പറേഷൻസ് ആണ്. അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് കാലങ്ങളോളം വർഷങ്ങളോളം എടുത്തിട്ടാണ് ഇത് പഠിച്ചേക്കുന്നത് അല്ലേ. പക്ഷെ ഈ സെറ്റ് ഓപ്പറേഷൻസ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇനി അടുത്ത സെക്ഷൻ ഞാൻ പറയുന്നത്, സെറ്റ് ഓപ്പറേഷൻസ്. സെറ്റ് ഓപ്പറേഷൻസ് ആണ് ഇനി നമ്മൾ പറയുന്ന ഭാഗം. ആ സെറ്റ് ഓപ്പറേഷൻസിലെ ആദ്യം നമ്മൾ പറയുന്ന ഓപ്പറേഷൻ യൂണിയൻ ഓഫ് 2 സെറ്റ്സ് ആണ്. ഒന്നാമത്തെ ഓപ്പറേഷൻ യൂണിയൻ. യൂണിയൻ ഓഫ് 2 സെറ്റ്സ്. എന്താണ് ഈ ഓപ്പറേഷൻ നോക്കാം. സപ്പോസ് വി ആർ ഹാവിംഗ് 2 സെറ്റ്സ്. ഞാൻ ഇവിടെ എഴുതാണ് A ഈക്വൽ ടു സെറ്റ് 1, 2, 3. അതുപോലെ തന്നെ B ഈക്വൽ ടു 3, 4, 5, 6 ഉണ്ടോ. ഞാൻ 2 സെറ്റുകൾ ഇവിടെ എഴുതിയേക്കാണ്. ഒന്ന് 1, 2, 3, മറ്റൊന്ന് 2, 3, 4, 5, 3, 4, 5, 6 അല്ലേ. ഇനി ഈ 2 സെറ്റിന്റെയും യൂണിയൻ എന്ന് പറഞ്ഞാല് ഈ 2 സെറ്റിലത്തെയും എലമെന്റ്സ് ഒരുമിച്ച് കോമിറ്റ് എഴുതാം വിത്തൗട്ട് എനി റിപ്പീറ്റേഷൻ. അതായത് എയിലത്തെയും ബിയിലത്തെയും എലമെന്റ്സ് ഒരുമിച്ചുണ്ട് എഴുതാം. അതായത് എങ്ങനെ എഴുതാം, 1, 2, 3, പിന്നെ ഇവിടെ 3 ഉണ്ട്, അത് എഴുതണ്ട. 4, 5, 6 ഉണ്ടോ. അതായത് ഈ 2 സെറ്റിലത്തെയും എലമെന്റ്സിനെ കോമിറ്റ് എഴുതിയേക്കാണ് വിത്തൗട്ട് എനി റിപ്പീറ്റേഷൻ. അപ്പൊ ഈ സെറ്റിനെ ഈ 2 സെറ്റിന്റെയും യൂണിയൻ എന്നാണ് പറയുക. ആൻഡ് ഇറ്റ് ഈസ് സിംബോളിക്കലി റെപ്രസെന്റഡ് ബൈ എ. എന്നിട്ട് ഒരു യു എന്നുള്ള ഒരു സൈൻ പോലെ ഇടും. ഇത് യൂണിവേഴ്സൽ സെറ്റിന്റെ യു അല്ല കേട്ടോ, ഇതൊരു സിമ്പിൾ ആണ്. യൂണിയൻ എന്നുള്ള ഓപ്പറേഷന്റെ സിമ്പിൾ ആണ്. അപ്പോൾ എ യൂണിയൻ ബി എന്നാണ് ഇത് വായിക്കേണ്ടത്. അതുകൊണ്ട് എ യു ബി എന്നല്ല വായിക്കേണ്ടത്, എ യൂണിയൻ ബി. ആ എ യൂണിയൻ ബി എങ്ങനെ കിട്ടിയത്? കമ്പൈനിങ് ഓൾ ദി എലമെന്റ്സ് ഓഫ് ദ സെറ്റ്സ് അല്ലെ. ഈ 2 സെറ്റിലത്തെയും എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് എഴുതിയേക്കാണ്. ഒരു ഓർഡറിൽ എഴുതണമെന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റിപ്പീറ്റേഷൻ പാടില്ല. ചിലപ്പോൾ 2ലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാകാം, പക്ഷെ അതൊരു തവണയെ എഴുതാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ പുതിയ സെറ്റ് കിട്ടും. അപ്പൊ ഈ പുതിയ സെറ്റിലത്തെ എലമെന്റ്സിന്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പുതിയ സെറ്റിൽ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റ് ഒന്നുകിൽ എയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാകും, ചിലപ്പോൾ 2ലും ഉണ്ടാകും അല്ലേ. നോക്കിയേ, 1 എടുത്തേ, 1 എയിലുണ്ട് അല്ലേ. 2 എടുത്തേ, 2 എയിലുണ്ട്. 3 എടുത്തേ, 2ലും ഉണ്ട്. 4 എടുത്തേ, ബിയിലുണ്ട്. 5 എടുത്തേ, ബിയിലുണ്ട്. 6 എടുത്തേ, ബിയിലുണ്ട്. അപ്പൊ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റ് ഐദർ ബിലോങ്സ് ടു എ ഓർ ബിലോങ്സ് ടു ബി എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നൊട്ടേഷൻ കൊടുക്കാം. അതായത് എ യൂണിയൻ ബിയിൽ വരുന്ന എലമെന്റ്സിന്റെ പ്രത്യേകതയാണ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ഉണ്ടോ. എ യൂണിയൻ ബിയുടെ കറക്റ്റ് ഡെഫിനിഷൻ ആണിത്. അതായത് എ യൂണിയൻ ബിയിൽ വരുന്ന എലമെന്റ്സിന്റെ പ്രത്യേകത ഐദർ ഇറ്റ് ഈസ് ബിലോങ്സ് ടു എ ഓർ ഇറ്റ് ഈസ് ബിലോങ്സ് ടു ബി. അപ്പോൾ എ യൂണിയൻ ബി ഇങ്ങനെയാണ് വായിക്കേണ്ടത്. എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അപ്പൊ ഇവിടെ ഞാൻ 2 സെറ്റ് വെച്ചിട്ടാ പറഞ്ഞത് അല്ലേ. ഇനിയിപ്പോ മൂന്നാമത്തെ ഒരു സെറ്റ് കൂടി ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. സി ഈക്വൽ ടു 2, 4, 7 അങ്ങനെ ഒരു സെറ്റ് കൂടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ 3 സെറ്റിന്റെയും യൂണിയൻ നമുക്ക് എങ്ങനെ എഴുതും ചോദിച്ചാല് 3ലത്തെയും എലമെന്റ്സ് കമ്പയർ ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ 3ലത്തെ എലമെന്റ്സ് എഴുതുമ്പോൾ 1, 2, 3, 4, 5, 6, 7 ഇവിടെ 7 കൂടി വരുന്നു ഉണ്ടോ. അത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 3 സെറ്റ് 4 സെറ്റ് എത്ര സെറ്റ് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ സെറ്റിലത്തെ കംപ്ലീറ്റ് എലമെന്റ്സിനെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതാം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോ ഇവിടുത്തെ ഈ സെറ്റിലെ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ഓർ എക്സ് ബിലോങ്സ് ടു സി എന്ന് നമുക്ക് കൂട്ടിച്ചേർത്ത് എഴുതാൻ പറ്റും. അപ്പൊ ഇതുപോലെ എത്ര സെറ്റ് ഉണ്ടെങ്കിലും ആ സെറ്റുകളുടെ യൂണിയൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഇവിടെ പഠിക്കുന്ന ഒന്നാമത്തെ ഓപ്പറേഷൻ. വളരെ സിമ്പിൾ അല്ലേ. എന്താ ചെയ്യേണ്ടത്? 2 സെറ്റ് കിട്ടി കഴിഞ്ഞാല് അതിന്റെ യൂണിയൻ എഴുതാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ആ 2 സെറ്റിലെയും എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് എഴുതുന്നു. കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്
റിപ്പീറ്റേഷൻ പാടില്ല. അങ്ങനെ എത്ര സെറ്റ് വേണമെങ്കിലും നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാം. അതിന്റെ സിംബോളിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ യു എന്നുള്ളൊരു സിമ്പലാണ് കൊടുക്കുക. പക്ഷേ യു അല്ല, അതൊരു ഓപ്പറേഷൻ സിമ്പലാണ്. യൂണിവേഴ്സൽ സെറ്റിന്റെ യു എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ യു ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്. ഇതൊരു ലെറ്റർ ആ ഷേപ്പിൽ കെടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ വായിക്കേണ്ടത് യൂണിയൻ എന്നുള്ള ഒരു സിമ്പലാണ്, എ യൂണിയൻ ബി. അപ്പോൾ 3 ഉണ്ടെങ്കിൽ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് വായിക്കണം. അപ്പോൾ ഇനി ഇതിന്റെ ചില പ്രത്യേകതകൾ ഞാൻ ഇവിടെ നിന്ന് പറയാം. അതായത് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷന്റെ പ്രത്യേകതകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാനിവിടെ ഒന്നാമത്തെ പ്രത്യേകത പറയാൻ പോകുന്നത് ഇതാണ്. എ എന്ന സെറ്റ് ഉണ്ട്. ആ സെറ്റിന്റെ യൂണിയൻ എ എന്ന സെറ്റ് തന്നെയായിട്ട് എടുക്കാന്ന് വിചാരിച്ചോളൂ. അതായത് എ എന്ന സെറ്റ് ഉണ്ട്, അതും അതേ സെറ്റ് തന്നെ യൂണിയൻ എടുക്കാറ്. അങ്ങനെ കിട്ടുമ്പോ നമുക്ക് അതേ സെറ്റ് തന്നെ കിട്ടുള്ളൂ, വേറെ ഒന്നും കൂട്ടിച്ചേർക്കാനില്ലല്ലോ. കാരണം 2 സെറ്റിലത്തെയും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും ഒരേ ആൾക്കാർ തന്നെയല്ലേ, റിപ്പീറ്റേഷൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എ എന്ന സെറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി നോക്കിക്കോളൂ കേട്ടോ. നമ്പർ 2, എയും ബിയും 2 സെറ്റ് ഉണ്ട്, അവയുടെ യൂണിയൻ കണ്ടു. അതുപോലെ തന്നെ ബിയുടെയും എയുടെയും യൂണിയൻ കണ്ടു. ഇത് രണ്ടും സെയിമാ. എ യൂണിയൻ ബി കണ്ടാലും ബി യൂണിയൻ എ കണ്ടാലും we will obtain the same set. കാരണം ഇവിടെ എയിലത്തെയും ബിയിലത്തെ എലമെന്റ്സ് കമ്പൈൻ ചെയ്യാൻ തന്നെയാ, ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ രണ്ടും വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ ഓർഡറിലൊക്കെ അങ്ങോട്ട് ഇവിടെയൊക്കെ മാറ്റി കിടന്നാൽ നമുക്ക് പ്രത്യേക വ്യത്യാസം വരുന്നില്ല കേട്ടോ. ഇനി നോക്കൂ, മൂന്നാമതായിട്ട് ഒരു പ്രത്യേകത നോക്കിയോളൂ. 3 സെറ്റുകളുണ്ട്, എയും ബിയും സിയും. ആദ്യം ഞാൻ എ യൂണിയൻ ബി കണ്ടതിന് ശേഷം അതിനോടുകൂടി സി യൂണിയൻ എടുത്തു എന്ന് വിചാരിച്ചു. ആദ്യം ഇത് കണ്ടിട്ട് ഇതായിട്ട് യൂണിയൻ എടുത്തു. അങ്ങനെ കാണുന്നതും അതുപോലെ തന്നെ എ യൂണിയൻ ബി യൂണിയൻ സി ഇങ്ങനെ കാണുന്നതും നമുക്ക് സെയിം ആയിട്ടാണ് വരുന്നത്. അതായത് 3 സെറ്റുകളുടെ യൂണിയൻ ഏത് രീതിയിൽ എടുത്താലും we will obtain the same set. അതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ എ യൂണിയൻ ബി എന്ന സെറ്റ് എടുത്തു അല്ലേ? അതെങ്ങനെ കിട്ടിയത്? എയിലത്തെയും ബിയിലത്തെയും എലമെന്റ്സ് കമ്പയർ ചെയ്തിട്ട് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എ എന്ന സെറ്റ് എ യൂണിയൻ ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും, കാരണം ഇവിടുത്തെ എല്ലാ എലമെന്റ്സും ഈ സെറ്റിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ബി എന്ന സെറ്റും എ യൂണിയൻ ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ബി എന്ന സെറ്റും എ യൂണിയൻ ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ യൂണിയൻ എന്ന ഒരു ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ആ ഓപ്പറേഷന്റെ പ്രത്യേകതകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, ഇത് യൂണിയൻ എന്നുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ഇനി ഇത് നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ടൊന്ന് കാണിച്ചു നോക്കാം. നമ്മളിപ്പോ വെൻ ഡയഗ്രം പഠിച്ചോളൂ അല്ലെ? അപ്പൊ വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് കാണിക്കണേ നോക്കിക്കോളൂ. വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് 2 സെറ്റുകളുടെ യൂണിയൻ എങ്ങനെ കാണാൻ നോക്കും. വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കുന്നു ഇൻ ഓർഡർ ടു റെപ്രസെന്റ് ദ യൂണിവേഴ്സൽ സെറ്റ്. അതിന് ഞാൻ യു എന്ന് പേര് കൊടുത്തേക്കാണ് കേട്ടോ. ഇത് യൂണിവേഴ്സൽ സെറ്റിന്റെ യു ആണ് കേട്ടോ. ശ്രദ്ധിക്കണം, നമ്മൾ കൈകൊണ്ട് എഴുതുമ്പോൾ ഒക്കെ ഒരേപോലെ തോന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, രണ്ട് രീതിയിലാണ് അത് എഴുതിയിട്ടുണ്ടാവുക. നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ രണ്ടും ഒരേപോലെ തോന്നുക, പക്ഷെ അത് നമ്മളെ എഴുത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് കേട്ടോ. ഇനി നോക്കിയേ, ഞാൻ ഇതിന്റെ അകത്ത് 2 സെറ്റുകള് എയും അതുപോലെ തന്നെ ബിയും ഇങ്ങനെ മാർക്ക് ചെയ്തേക്കാം കേട്ടോ. എ ബി ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത് ചിലപ്പോൾ അവയ്ക്ക് കോമൺ ആയിട്ട് എലമെന്റ്സ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇനി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലത്തെയും ബിയിലത്തെയും എല്ലാ എലമെന്റ്സും കമ്പൈൻ ചെയ്യാണ് അല്ലേ? അത് കമ്പൈൻ ചെയ്തൊന്ന് കാണിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാണ്. ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാണ്, ജസ്റ്റ് ലൈനുകൾ ഇടാം ഉണ്ടോ. അപ്പൊ ഈ ഷെയ്ഡഡ് പോർഷൻ എന്തിനെ കാണിക്കുന്നു? എ യൂണിയൻ ബിനെ കാണിക്കുന്നു. ഷെയ്ഡഡ് പോർഷൻ കാണിക്കുന്നത് എ യൂണിയൻ ബി എന്ന സെറ്റിനെ കാണിക്കുന്നു. അപ്പൊ ഇത് വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് ആണ് കേട്ടോ. അപ്പൊ അത് പിക്ചർ കണ്ടാൽ അറിയാം, ഷെയ്ഡഡ് ഭാഗം എക്കും ബിക്കും അവകാശപ്പെട്ട ഭാഗങ്ങളാണ്. അതായത് ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തോടത്ത് എവിടെ നിങ്ങൾ പോയിന്റ് എടുത്താലും ആ പോയിന്റ് ഒന്നുകിൽ എയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവും, ചിലപ്പോൾ രണ്ടിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് ഇതിലത്തെ ഒന്നാമത്തെ ഓപ്പറേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ഓപ്പറേഷൻ കൂടി ഞാൻ പറയുന്നു, രണ്ടാമത്തെ ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ. അതും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ ആണ് കേട്ടോ. ഇന്റർസെക്ഷൻ intersection of 2 sets.
അതായത് രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ എങ്ങനെ എടുക്കുന്നുള്ളതാണ്. വീണ്ടും നോക്കിയോളൂ. എ എന്ന സെറ്റ് ഞാൻ എടുത്തു 1 2 3. അതുപോലെ തന്നെ ബി എന്ന സെറ്റ് ഞാൻ എടുത്തു 2 3 4 5. രണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എടുത്തേക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകണം എന്താ വെച്ചാല് ഈ രണ്ട് സെറ്റിനും കോമൺ ആയിട്ട് വരുന്ന ചില എലിമെന്റ്സ് ഉണ്ട് അല്ലെ. ഏതാണത്? 2 3 അത് ഇവിടെ ഉണ്ട് അല്ലെ. അത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ സെറ്റ് ഫോം ചെയ്യാം. അതായത് 2 3 രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലിമെന്റ്സ് ആണ്. അത് മാത്രം എടുത്തുകൊണ്ട് ഒരു പുതിയ സെറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിനെ ഈ രണ്ട് സെറ്റുകളുടെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നു. And it is symbolically represented by A. എന്നിട്ട് നേരത്തെ എഴുതിയ സിംബൽ ഒന്ന് ഇൻവെർട്ട് ചെയ്യുക. യൂണിയന്റെ സിംബൽ ഒന്ന് ഇൻവെർട്ട് ചെയ്യുക. Then B. അപ്പൊ ഇത് വായിക്കേണ്ടത് A ഇന്റർസെക്ഷൻ B. നേരത്തെ എന്തായിരുന്നു? A യൂണിയൻ B. ഇത് A ഇന്റർസെക്ഷൻ B. അപ്പൊ A ഇന്റർസെക്ഷൻ B യുടെ പ്രത്യേകത എന്താ? രണ്ട് സെറ്റിലത്തെയും എലമെന്റ്സ് കോമൺ ആയിട്ട് വരുന്നത് മാത്രം എഴുതുന്നു. A യൂണിയൻ B എന്താ? രണ്ടിലത്തെയും എല്ലാ എലമെന്റ്സും എഴുതുന്നു. ഇവിടെ കോമൺ ആയിട്ടുള്ളത് മാത്രം എഴുതുന്നു. അപ്പൊ ഇവിടെ വരുന്ന എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ? ഇവിടെ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റ് രണ്ട് സെറ്റിലും ഉണ്ട് അല്ലേ. ഇപ്പൊ 2 എടുത്ത് എയിലും ഉണ്ട് ബിയിലും ഉണ്ട്, 3 എടുത്ത് രണ്ടിലും ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഈ സെറ്റിനെ നമുക്കൊന്ന് ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഉണ്ടോ? നേരത്തെ നമ്മൾ ഓർ വെച്ചിട്ടാ പറഞ്ഞത് അല്ലേ. യൂണിയൻ പറഞ്ഞപ്പോ ഇവിടെ ആൻഡ് ആണ്, കാരണം രണ്ടിലും ഉണ്ട്. ഉണ്ടോ? അപ്പോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആ ഓപ്പറേഷന്റെ ആക്ച്വൽ ഡെഫിനിഷൻ ഇതാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി എന്ന് പറയാൻ പറ്റും. ഇനി ചില കേസുകളിൽ ചിലപ്പോ ഈ എക്കും ബിക്കും കോമൺ ആയിട്ട് എലമെന്റ്സ് വന്നു എന്ന് വരില്ല. ഈ കേസിൽ ഇപ്പൊ 2 3 ഉണ്ടല്ലോ അല്ലെ. ഇനി നോക്കി, ഞാൻ വേറെ സെറ്റ് ഇവിടെ എഴുതാണ്. ആ സെറ്റ് ഇതാണ്. അതായത് 4 5 6. അതായത് എയും ബിയും നമ്മൾ എഴുതി. ഇനി ഇതിന്റെ ഇന്റർസെക്ഷൻ കാണാൻ പോവാണ്. ഇതിന്റെ ഇന്റർസെക്ഷൻ കാണണമെങ്കിൽ രണ്ടിനും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് നോക്കണം അല്ലേ. പക്ഷെ ഈ രണ്ട് സെറ്റും നോക്കിയേ, രണ്ടിനും കോമൺ ആയിട്ട് ഒറ്റ എലിമെന്റ് പോലും ഇല്ല അല്ലെ. അപ്പോ എ ഇന്റർസെക്ഷൻ ബി എഴുതാൻ നോക്കുമ്പോ നമുക്ക് ആ സെറ്റിനകത്തെ എലിമെന്റ്സ് ഒന്നും എഴുതാൻ പറ്റില്ല. സെറ്റിനകത്തെ എലിമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്താ പറയാ? എംപ്റ്റി സെറ്റ്. അപ്പൊ ഈ കേസിലെ എ ഇന്റർസെക്ഷൻ ബി എംപ്റ്റി സെറ്റ് ആയിട്ട് എടുക്കുന്നു. ണ്ടോ? കാരണം കോമൺ എലിമെന്റ്സ് ഇല്ലാത്തത് കൊണ്ടാ. ഇനി കോമൺ എലിമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് ഈ രണ്ട് സെറ്റിനും വേറൊരു പേര് പറയാറുണ്ട്, ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഡിസ്ജോയിന്റ് സെറ്റ്. എക്കും ബിക്കും കോമൺ ആയിട്ട് എലിമെന്റ്സ് ഇല്ലെങ്കിൽ അത് ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി ഞാൻ ഇതിനെ നമ്മള് വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇതിനെ കാണിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് കാണിക്കണമെന്ന് നോക്കും. വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ യൂണിവേഴ്സ് സെറ്റ് റെക്ടാങ്കുലർ ബോക്സ് വരച്ചു, യു എന്ന് പേര് കൊടുത്തു. ഇനി ഇതാ എ അതുപോലെ തന്നെ ബി രണ്ട് സെറ്റുകൾ ഞാനിവിടെ മാർക്ക് ചെയ്തു അല്ലേ. ഇനി എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് അവിടെ എഴുതുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, രണ്ടിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ഇതാണ് അല്ലേ. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള റീജിയൻ ഇതല്ലേ. അത് മാത്രം ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഉണ്ടോ? എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള റീജിയൻ മാത്രം ഷെയ്ഡ് ചെയ്യാം. അങ്ങനെ വയ്ക്കുമ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ യൂണിയൻ പറഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ മുഴുവൻ ഷെയ്ഡ് ചെയ്തു. ഇപ്പൊ ദാ കോമൺ റീജിയൻ മാത്രം ഷെയ്ഡ് ചെയ്തു. ഇനി നോക്കൂ, ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡിസ്ജോയിന്റ് ആയിട്ട് വരും അല്ലേ. അതായത് എക്കും ബിക്കും കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ല എന്നുള്ളത് നോക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ ആ രണ്ട് സെറ്റുകളും നമുക്ക് ഇങ്ങനെയാണ് മാർക്ക് ചെയ്താൽ മതി. എ ബി ഉണ്ടോ? ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ടില്ലല്ലോ. അതായത് അതിന്റെ അർത്ഥം കോമൺ എലമെന്റ്സ് ഇല്ല എന്നർത്ഥം. അപ്പൊ ഡിസ്ജോയിന്റ് സെറ്റുകൾ നമ്മൾ വെൻ ഡയഗ്രത്തിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ തൊടാതെ വരയ്ക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇതിന്റെ നേരത്തെ യൂണിയന് പറഞ്ഞ പോലെ ചില പ്രോപ്പർട്ടീസ് ഞാനൊന്ന് പറയാം കേട്ടോ. ആ പ്രോപ്പർട്ടീസും കൂടി ശ്രദ്ധിക്കുക. അതിനുശേഷമാണ് നമ്മൾ പ്രോബ്ലങ്ങളിലേക്ക് കടക്കുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് ശ്രദ്ധിക്കുക, എ ഇന്റർസെക്ഷൻ എ, ദാറ്റ് ഈസ് എ ഇറ്റ്സെൽഫ്. നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു പ്രോപ്പർട്ടിയാണ്. രണ്ട് സെറ്റിലെ രണ്ടും സെയിം ആണ്. അപ്പൊ രണ്ടും സെയിം ആകുമ്പോൾ അവയുടെ കോമൺ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിലത്തെ എല്ലാ എലിമെന്റ്സും കോമൺ ആണ് അല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും.
ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ഒന്ന് ശ്രദ്ധിച്ചേ. എ ഇന്റർസെക്ഷൻ ബി ഈസ് സെയിം ആസ് ബി ഇന്റർസെക്ഷൻ എ. എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ എയും എടുത്താൽ സെയിം ആയിട്ടാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി ഒന്ന് ശ്രദ്ധിച്ചേ. എ ഇന്റർസെക്ഷൻ ബി പിന്നെ ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇനി നാലാമത്തെ ഒരു പ്രോപ്പർട്ടി ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റ് എയുടെയും ബിയുടെയും സബ്സെറ്റ് ആയിട്ട് വരിക. കാരണം കോമൺ എലിമെന്റ്സ് അല്ലേ എഴുതുന്നത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും. അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബിയും ആയിരിക്കും. കാരണം എയിനേക്കാളും ചെറിയ സെറ്റ് ആയിരിക്കും ഇത്, ബിയിനേക്കാളും ചെറിയ സെറ്റ് ആണിത്. മാത്രമല്ല ഇതിലത്തെ എല്ലാ എലിമെന്റ്സും എയിലുണ്ട്, ഇതിലത്തെ എല്ലാ എലിമെന്റ്സും ബിയിലുണ്ട്. അപ്പൊ അങ്ങനെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇതില് പറയാനായിട്ട് സാധിക്കും. ഇനി നോക്കൂ, രണ്ട് ഓപ്പറേഷൻ അപ്പൊ പഠിച്ചത് അല്ലേ. ഒന്ന് യൂണിയൻ, മറ്റൊന്ന് ഇന്റർസെക്ഷൻ. ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടി ഇതിൽ പറയാൻ പറ്റും. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോ. അതായത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഉണ്ടോ, രണ്ട് ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. മൂന്ന് സെറ്റ് ഉണ്ട്, രണ്ട് ഓപ്പറേഷൻ. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. അതായത് ബി ഇന്റർസെക്ഷൻ സി കണ്ടിട്ട് എ ആയിട്ട് യൂണിയൻ എടുക്കുക. ദാറ്റ് ഈസ് സെയിം ആസ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. അതായത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. നമ്മൾ സാധാരണ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞിട്ട് മാത്തമാറ്റിക്സിൽ ഇങ്ങനെ പറയാറുണ്ട്. എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. എ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എ കൊണ്ട് സീനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഇൻറ്റു എന്നുള്ളൊരു ഓപ്പറേഷനാണ്. അതേപോലത്തെ ഒരു കാര്യം തന്നെ ഇവിടെ വന്നേക്കുന്നത്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് ഇന്റർസെക്ഷൻ എന്നുള്ള ഓപ്പറേഷൻ ആണ്. അപ്പൊ രണ്ട് ഓപ്പറേഷൻസ് ഞാനിപ്പോ ഇന്ന് പറഞ്ഞു. ഒന്ന് യൂണിയൻ ആണ്. യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറഞ്ഞാല് രണ്ട് സെറ്റിലത്തെയും എലമെന്റ്സിനെ കമ്പൈൻ ചെയ്ത് എഴുതുന്നു വിത്തൗട്ട് എനി റിപ്പീറ്റേഷൻ. എന്നാൽ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് കോമൺ എലമെന്റ്സ് വരുന്നതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഇനിയും രണ്ട് ഓപ്പറേഷൻസ് പറയുന്നുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.